രാവിലെ അരി പൊടിപ്പിക്കാൻ വേണ്ടി ഇഡ്ഡലി വരാൻ വന്നപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ഞാനൊരു ബസ് എടുക്കുന്നില്ലേ എന്ന്. പിന്നെ അത് കേട്ടപ്പോൾ എനിക്കും നമ്മുടെ കൂട്ടത്തിൽ ഒരു ബസ് വേണമെന്ന് തോന്നി. പോണ്ട് ബസ് എടുക്കാൻ നിർത്തും. നമ്മളെന്തായാലും വലിയ ബിജുവേട്ടനെ വിളിച്ചു വെച്ചിട്ടുണ്ട്. പുള്ളി ഒരു ബസ് ഒരു ഹോട്ടലിനോടെ കിടപ്പുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. അതിന് മുന്നേ നമുക്ക് എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിക്കാൻ വേണ്ടി ഫ്രണ്ടുണ്ട്. അവൻ്റെ സ്കൂളിൽ വരെ പോകണം. ബീം കൊടുത്തോണ്ട് ചെല്ലണം. ചെക്കൻ നല്ല ആയിട്ട് നിർബന്ധിച്ച് അറിഞ്ഞുകൊണ്ടാണ്. എന്തായാലും അവൻ്റെ അവിടെ പോയി ചെല്ലണം. അപ്പോൾ ഇതാണ് മില്ല്. പൊടി പിടിച്ച് കിടക്കുവാണ്. നൈസായിട്ട് ഞാൻ അരി പൊടിപ്പിക്കാൻ വന്നതാണ്. വണ്ടി എന്നോട് എൻജിൻ എന്തോ ഒരു ചെറിയൊരു ഇതാണ്. അതുകൊണ്ട് അതൊന്ന് നോക്കി ഇരിക്കുകയാണ്. ഈ വണ്ടി എടുത്ത് നേരെ ചെറുക്കൻ്റെ സ്കൂളിലോട്ട് പോവാം. നമ്മുടെ BM ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചാണ്. യെല്ലോ BM ആയിരുന്നു. പിന്നെ ഒരു ഗ്രീൻ ബ്ലൂ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡിലൊക്കെ ആക്കി. എൻജിൻ എന്തോ ഒരു പുകയൊക്കെ വരുന്നുണ്ട്. നേരെ 110 എങ്ങാണ്ടാണ് മുമ്പ് വന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നേരെ വണ്ടി എടുക്കുക. പോണ്ടേ കിടക്കട്ടെ. ഇവിടെ നല്ല വണ്ടി ഇടാം. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ചെറുതായിട്ടൊരു ബഗ്ഗാണ്. അതാരും നോക്കണ്ട. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നേരെ വണ്ടി വിടാം. കുറച്ച് ലാഗുണ്ട്. ഗിയറായിട്ടുണ്ട്. നമുക്ക് വണ്ടി ഇവിടുന്ന് നേരെ വിടാം. പ്രൈവറ്റ് ബസ്സൊക്കെ ഉണ്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ നേരം തന്നെ മഴയും പെയ്യുന്നുണ്ട്. നൈസായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. വണ്ടിയൊന്നും ഇല്ലല്ലോ. പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് സെഡസ്ട്ര ബസ്സാണ്. സെഡസ്ട്ര BS6 ബോഡിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ബോഡി നമ്മൾ ചേസ് അല്ല, ഒരു ബസ്സാണ്. അത് എന്താണെന്ന് വെച്ചാൽ ഒരാൾ ചേസ് പണിഞ്ഞ് വെച്ചാണ്. പിന്നെ പുള്ളി ആ വണ്ടി എടുക്കുന്നതിനകത്ത് വേറെ 3 ചേസ് പുതിയ എടുത്തു. ആ വണ്ടിയുണ്ട്. ബിജുവേട്ടൻ്റെ ഗ്യാരേജ് കിടപ്പുണ്ട്. ഗ്യാരേജ് ഇല്ല, പുള്ളി ഇവിടെ ഹോട്ടലിനവിടെ എടുത്തിട്ട് നമുക്ക് ചെറുക്കൻ്റെ സ്കൂളിലോട്ട് പോയി നേരെ. ഇവിടെ നിന്നാണ്. ചെളിയൊക്കെ തെറിച്ച കേട്ടോ നൈസായിട്ട്. വണ്ടിയെ പൊടിയൊക്കെ കത്തറിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ നേരെ വിടാം. ഗൈസ്, ചെറുക്കൻ്റെ സ്കൂളെത്താൻ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഗൈസ്, നമ്മൾ ചെറുക്കൻ്റെ സ്കൂളെത്തിയിട്ടുണ്ട്. ചെറുക്കൻ ഇപ്പോൾ വരും. ചെറുക്കൻ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗൈസ്, ഇവിടെ റിവേഴ്സ് എടുത്ത് കുറച്ച് കാത്തിയിടാം. ചെറുക്കൻ്റെ സ്കൂളാണ് ഗൈസ് ഇത്. കുറച്ച് കയറ്റിയിടാം ഗൈസ്, കാരണം അവന് വരുമ്പോൾ അവൻ്റെ പിള്ളേരുടെ ഷേഫൊക്കെ എടുക്കാമല്ലോ. ഗൈസ്, നമ്മുടെ ചെറുക്കൻ വണ്ടിക്ക് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് കയറി വിടാം. ഇന്നത്തെ സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നല്ലേ? എടാ, ഞാൻ ഇതിന് ബസ് എടുക്കുന്ന കാര്യം ഞാനിവിടെ പറഞ്ഞില്ലായിരുന്നോ? അതിന്നാണ് എടുക്കുന്നത്. അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നേരത്തെ എൻ്റെ വീട്ടിലോട്ട് പോയിട്ട് നീ എൻ്റെ കൂടെ വരുന്നില്ലേ? നീ ഈ BM കണ്ട വീട്ടിൽ ഇടണം. ഞാൻ ബസ് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരും. ഞാൻ ഇപ്പോൾ നിൻ്റെ വീടിൻ്റെ ഇവിടെ കൊണ്ടുവിടാം. ഇത് ഞാനൊന്ന് ഡ്രസ്സ് മാറിയിട്ടായിരുന്നു. നമുക്ക് ഇപ്പോൾ നേരെ അങ്ങോട്ട് പോകാം. നിനക്ക് BM ഓടിക്കാൻ അറിയാലോ? പിന്നെ സൂക്ഷിച്ച് ഓടിക്കണം. അവിടെ എവിടെയും കൊണ്ട് ഇരിക്കരുത്. ശരിയൊക്കെ ഇപ്പോൾ കേട്ടാൽ മതി. 100-ലാണ് പോകുന്നത്. എനിക്ക് പേടിയില്ലെന്ന് പറഞ്ഞോണ്ട്. നീ നമ്മളെയൊക്കെ മറന്നോളി. ഒരാഴ്ച മുന്നേ കണ്ടാണ് നിന്നെ. അപ്പോൾ ഗൈസ്, അപ്പോൾ നേരെ ഇവനെ വീട്ടിൽ കൊണ്ടുവിടാം. എൻ്റെ വീട് അടുത്തടുത്താണ്. പിന്നെ പെട്രോൾ അടിക്കണം. പെട്രോള് അത്യാവശ്യം ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അടിക്കണ്ടായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മളെന്തായാലും ഇവൻ്റെ വീട് എത്തിയിട്ടുണ്ട്. അയ്യോ, ഇവിടെ വീട് നല്ല അച്ഛനോട് പണിയാൻ പറയണം. ഇതാണ് ഇവൻ്റെ വീട്. ഇവൻ്റെ വീട് ചെറിയൊരു കടയുടെ അടുത്താണ്. കടയാണ് എൻ്റെ അച്ഛൻ്റെയാണ് കട. ഇതാ ഇപ്പോൾ അവൻ്റെ വീട്ടിൽ കയറിയിട്ടുണ്ട്. ചെറുക്കൻ ഡ്രസ്സ് മാറാൻ കൊമ്പനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയി ഞാനും കൂടെ ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വരാം. ഞാൻ പോവാം, നീ ഇപ്പോൾ വന്നേക്കേ. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. ഓക്കെ ആയിക്കോടാ. ഞാനൊന്ന് ഉടുപ്പ് മാറിയിട്ട് വരാം. എന്തായാലും ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. ആ കാണുന്നതാണ് എൻ്റെ വീട്. സ്റ്റാർട്ട് ചെയ്തെടുത്തോ. വണ്ടി വിട്ടാൽ മതി, പിന്നെ അത്ര ദൂരം നടക്കണ്ടില്ല എന്ന് ഓർത്താണ്. ഇതാണ് നമ്മുടെ വീട്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ചെറിയ ഷെഡൊക്കെ ഉണ്ട്. ഓക്കെ ഇപ്പോൾ ഞാനും എന്തായാലും ഒന്ന് ഫ്രഷായിട്ട് വരാം കേസ്. അപ്പോൾ വന്നിട്ട് കാണാം. അപ്പോൾ ഫ്രഷായിട്ടൊക്കെ വന്നു. ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്നുണ്ട് ചെറുതായിട്ട്. നമുക്ക് എന്തായാലും ഇവിടെ പാടെ ബസ് എടുക്കുമ്പോൾ അവനും വന്നിട്ടുണ്ട്. എനിക്ക് BM ഓടിക്കാൻ അറിയാമല്ലോ. ശരി. നൈസായിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാം. ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണെന്നാണ് ബിജുവേട്ടൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് കത്തിച്ചു വിടാം. നമ്മളെപ്പോൾ ഇറങ്ങിയാലും ഇവിടെ ഇപ്പോൾ മഴയാണല്ലോ ഗൈസ്. ഇവിടെ കുന്നും കാച്ച് മഴ പെയ്യുന്നുണ്ട്. വണ്ടിക്കകത്തൊക്കെ ചെളി തെറിക്കുന്നുണ്ടോ എന്ന് ചെറിയ സംശയമുണ്ട്. വണ്ടിയെടുത്ത് ഞാൻ പറപ്പിച്ചു വിടുകയാണ് ഗൈസ്. 115 സ്പീഡിലാണ്, നമുക്ക് കാണാം. 115 സ്പീഡിലാണ്. നമ്മളവിടെ എത്തുമ്പോൾ രാത്രിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അത്രയും ദൂരമുണ്ട് ഗൈസ്.
നല്ല സ്പീഡിൽ നമുക്കങ്ങ് സ്പീഡിൽ ഓടാം ഗൈസ്. പിന്നെ ഈ ചെറുക്കന് BMW ഒക്കെ ഓടിക്കാൻ കൊടുക്കുന്നതിന് വണ്ണസ് പോകുന്നു ഗൈസ്. കോൺനസും കുമ്പ അടുപ്പിച്ചു. ചെറുക്കന് BMW ഓടിക്കും. നമ്മൾ ചെറുക്കനാണ് ഗൈസ്. അതുകൊണ്ടാണ് പിന്നെ അവൻ ഇടിപ്പിക്കത്തില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഇടിപ്പിക്കത്തില്ലല്ലോടെ? നിന്നെ വിശ്വസിച്ചായിരുന്നു. അയ്യോ പയ്യെ തന്നെ പോയടെ. അപ്പോൾ പെട്ടെന്ന് എന്നോട് സംസാരിക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോൾ ബാലൻസ് തെറ്റിപ്പോടെ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. ആ ചേട്ടൻ വണ്ടി ഇട്ടിട്ട് അങ്ങോട്ടും എടുത്തോളാന്ന് പറഞ്ഞു. എടാ ഞാൻ വണ്ടി ഞാൻ ഇവിടെ ഇടുക. നീ എടുത്തോണ്ട് വീട്ടിലോട്ട് വെക്കണം. ഞാൻ വന്നേക്കാം. ഓക്കെ ശരി. ഓക്കെ ലൈറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വണ്ടി ഇവിടെ ഒരു അടുത്ത ഹോട്ടലിനടുത്താണ് കിടക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ട് നീ പോക്കേക്ക്. ബായ്. ഇവിടുന്ന് കുറച്ച് നടന്ന് പോകണം. നമ്മളെന്തായാലും പയ്യെ നടന്നങ്ങ് പോവാണ്. സ്പീഡ് പോരാ, കാരണം എൻ്റെ കാല് ഇടയിൽ ഇടിച്ചായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ലോറി ട്രിപ്പ് പോയായിരുന്നു. കാല് ജസ്റ്റ് ഒന്ന് ഇടിച്ചായിരുന്നു. ഇതേ ഫ്രണ്ടിൽ കാണുന്ന ഹോട്ടലിൻ്റെ അവിടെ ബസ് ഇട്ടേക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അവിടെ ചെന്ന് നോക്കാം ഗൈസ്. ഗൈസ് നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഹോട്ടൽ. അത്യാവശ്യം വലിയ റോഡാണ്. ഇതിടെ ബസ് അവിടെ കിടക്കുന്നു. അതാണോ? യെസ് ഗൈസ് അതാണ് ബസ്. ഡെസ്ര പൊടിയാണ് പറഞ്ഞ്. ഓക്കെ ഗൈസ് നമ്മളെന്തായാലും ബസ്സിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ബസ് ഇപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടക്കുവാണ്. ലൈറ്റ് ആൻഡ് സൗണ്ട്സ് എല്ലാം അങ്ങ് നോക്കണം. ഓക്കെ അപ്പോൾ ഗൈസ് ബസ്സിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ലൈറ്റൊക്കെ ഓണാക്കി വെക്കട്ടെ. ഒരു ഇൻറ്റേസ് ഒന്നുകൂടി ഒന്ന് ഇറങ്ങട്ടെ വെളിയിൽ. ടയറൊക്കെ കട്ടയാണോ? അതെ കട്ടയാണ്. ഓക്കെ വണ്ടി സ്റ്റാർട്ടാക്കട്ടെ. ഓക്കെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്ക് ലൈറ്റ് ഒന്ന് ഇട്ട് വെക്കാം. എൻ്റെ കേസ് ഒരു നീലമായ വണ്ടിക്കുള്ളി. ഓക്കെ ഒന്ന് വെളി ഇറങ്ങിയിരുന്നു. വെളിയിലത്തെ വ്യൂവും കൂടെ ഞാൻ നോക്കട്ടെ. ടയറൊക്കെ ഞാൻ എന്തായാലും നൈസായിട്ടൊന്ന് വണ്ടിയുടെ ഇൻറ്റീരിയറൊക്കെ ഇവിടെ നിന്ന് എനിക്ക് മനസ്സിലാവും. ഞാൻ നോക്കുവാണ്. പിന്നെ ടയറിന് സൈഡിൽ കൂടെ ലൈറ്റുണ്ട്. ഓക്കെ ഇതാണ് കേസ് നമ്മൾ വണ്ടിയുടെ വെളിയിലത്തെ ഒരു ഓവർവ്യൂ ലുക്ക് എന്നൊക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം സെറ്റാണ്. ഞാൻ എന്തായാലും ഒരു ഫോട്ടോ എടുക്കട്ടെ. ഞാൻ എന്തായാലും ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ ബസ്സിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുമ്പോൾ. മണ്ടേ നമുക്ക് നെയിം ബോർഡൊക്കെ വെച്ച് സെറ്റാക്കണം. സൈഡിൽ നെയിമും ഇതൊക്കെ കൊടുക്കണം. അപ്പോൾ വണ്ടിക്കകത്തൊരു വ്യൂ എന്ന് പറയുമ്പോൾ ഇതാണ്. ഗൈസ് എന്നൊക്കെ ചെറിയ നൈസായിട്ട് ഞാൻ വണ്ടിയുടെ ഇൻറ്റീരിയർ നോക്കട്ടെ. അകത്തെ കാഴ്ചയൊക്കെ എന്താണെന്ന് ഒന്ന് നോക്കട്ടെ. ഇതാണ് വണ്ടിയുടെ വെളിയിലത്തെ. ഇതാണ് നമ്മുടെ ക്യാബിൻ. നീലമയ കേട്ടോ. നീല സീറ്റ് എല്ലാം നീലയാണ്. സെറ്റ് കേട്ടോ നമ്മുടെ വണ്ടി. ഇനി നമുക്കിത് പണിയണം. അങ്ങനെ കുറേ പണിയുണ്ട്. ഗിയറൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന നോക്കട്ടെ. ഗിയർ ഷിഫ്റ്റിനും വലിയ പണി. ഇതിന് ഇതിൻ്റെ പുതിയ പണി വീഡിയോ ഒക്കെ നമുക്ക് എന്തായാലും നെയിം ബോർഡൊക്കെ എടുക്കുന്ന വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.